ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുഴുവനായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒപ്പിക്കാം. ഇന്നും പതിവ് പോലെ ഞങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് അച്ഛൻ വിളിക്കും. പിന്നെ അച്ഛനോട് കുറച്ച് സമയം സംസാരിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഹലോ ഗായ്സ് എന്ന് പറയാൻ. അതാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിൽ കൂടെ ആ ഡപ്പയ്ക്ക് വേണ്ടിയിട്ട് രണ്ടും കൂടെ അടി കൂടി തമ്പുരുവിന് തേജു കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീത്ത പറയുന്ന കണ്ടപ്പോൾ നേരെ കട്ടിനടിയിൽ വന്ന് ഒളിച്ചതാണ് അവള്. കിട്ടി, അയ്യോ കുട്ടി. പോട്ടെ 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 അങ്ങനെ വരട്ടെ പുറത്തിറങ്ങി. ശേഷം കിടക്ക സെറ്റാക്കിയ ശേഷം പുറത്തേട്ട് ഇറങ്ങി. അപ്പോഴേക്കും അമ്മച്ചനും തൊഴിലുറപ്പിന് പോകാനായിട്ടുണ്ടായിരുന്നു. പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായ ശേഷം രാവിലെ മുത്താറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുന്നതിൻ്റെ ടാസ്ക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയം വരുമ്പോൾ പൊതുവേ ഞാൻ ക്രൂരയായ ഒരു അമ്മയായി മാറേണ്ട അവസ്ഥയാണ്. എന്നാലേ അവർ കഴിക്കുള്ളൂ. അതുവരെ എന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും. കുറച്ച് വായിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി വായ തുറക്കും. പിന്നെ അവരുടെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഡ്രസ്സ് തപ്പുന്നതിന് ആ കൊട്ട മുഴുവൻ വലിച്ചിടും. അത് തിരിച്ച് അതിലേക്കും കയറ്റി വയ്ക്കും. അതാണ് അവർ കാണിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറേ സമയത്തെ കളിക്ക് ശേഷം രണ്ടും കിടന്നുറങ്ങി. ഉറങ്ങുമ്പോൾ പാവമാണ് എൻ്റെ മക്കൾ. അത് കഴിഞ്ഞ് അവർ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ഉച്ചഭക്ഷണം കഴിക്കും. അമ്മയുടെ മക്കള് അപ്പോഴേക്കും ഉണർന്നു വന്ന് പുറത്ത് പോയി ശൂഷു പാസ് ചെയ്ത്. ഇവർ ഉറങ്ങാൻ പോകുമ്പോൾ രണ്ടുപേരും രണ്ട് ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. അതെന്താന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലായത്. ആ സമയത്തും തമ്മിലടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണർന്നു വന്നപ്പോഴാണ് അവർ ഡ്രസ്സ് നോക്കുന്നത്. അപ്പം തന്നെ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് രണ്ടുപേരും ഒരേ ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ട്. നാഗവല്ലി കണ്ട കണ്ട് ഇതെന്ത് പരിപാടി? മലർത്തി അടിച്ചാ? രണ്ടുപേർക്കും സുഖമില്ല ഒന്നാമത്. പിന്നെ ഉണർന്നു വന്ന പാടെ ഫുഡും കൊണ്ട് വന്നാൽ ശരിയാവില്ല, തീരെ ശരിയാവില്ല. അതുകൊണ്ട് കുറച്ച് സമയം അവർക്കൊപ്പം ചിലവഴിച്ച് അവരെ ഒന്ന് സെറ്റാക്കി എടുത്ത ശേഷം കഞ്ഞി കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചേ കണ്ടപ്പോൾ സ്വന്തമായി ഒരു പാട്ട് പാടിയതാണ് തമ്പുരു. അതിനുശേഷം അവൾക്ക് കഞ്ഞി കൊടുക്കാൻ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. കുറേ കരയും. അങ്ങനെ പിടിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. അതിനിടയിൽ ക്യാമറയുടെ മുന്നിൽ തേജു കയറി വന്നത് ഇഷ്ടമായില്ല. അതിന് തേജു തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും നല്ല പനിയാണ്. അപ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ കഞ്ഞി എടുത്തതുണ്ടായിരുന്നത്. അപ്പോൾ അത് അവൾ വൊമിറ്റ് ചെയ്തും ചെയ്തു. പിന്നെ വയറിലെന്തെങ്കിലും വേണ്ടേ, അത് ഞാൻ പിടിച്ചു വെച്ച് കൂട്ടുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ രണ്ടുപേരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിട്ട് രണ്ടുപേരെയും കുറച്ച് സമയം അവിടെ ഇരുത്തി കളിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പിന്നെ അതും അടിയായിട്ടുണ്ടായിരുന്നു. തമ്പുരു എന്തൊരു സാധനം പെട്ടെന്ന് കണ്ടുപിടിക്കും. അത് തമ്പുരിൻ്റെ അടുത്ത് നിന്ന് റാഞ്ചി എടുക്കലാണ് തേജുവിൻ്റെ പരിപാടി. അപ്പോൾ പൊട്ടാണ് ഇപ്രാവശ്യം ആയുധമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനാണ് അടി കഴിഞ്ഞത്. അതിനിടയിൽ രണ്ട് ഭർത്തന്മാർ വന്നപ്പോൾ അവരെ ഞാൻ നവൂറ് പാടിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ പിന്നെ വീട്ടിലിരുന്നില്ല. നേരെ അവർ കളിക്കുന്നവരുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ആകുമ്പോൾ കളി നടക്കും, തീറ്റയും നടക്കും. വൈകുന്നേരത്തെ ഒരു പഴം അവരിങ്ങനെ കഴിക്കും അവിടെ നിന്ന്. അപ്പോഴേക്കും അമ്മച്ചനും മാമനൊക്കെ എത്തും. പിന്നെ വൈകിട്ടത്തെ മേലേടിലൊക്കെ കയറി വീട്ടിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം TV വെച്ച് ഇങ്ങനെ കളിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഏകദേശം ഒരു ദിവസം. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ ബൈ, സീ യു.